ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ ഞാനിതാ ഉണ്ണിയപ്പം അരവണം കഴിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇവിടുന്നല്ല അമ്മ നാലമ്പല ദർശനം കഴിഞ്ഞിട്ട് ഇന്ന് ലാൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. വേറൊരു ടൈപ്പ് ഉണ്ണിയപ്പം അല്ലേ. ഇതമ്മ നാലമ്പല ദർശനം കഴിഞ്ഞ് വന്നപ്പോൾ കൊടുന്നതാണ്. പിന്നെ അരവണമുണ്ട്. അരവണം രാമപുരം ക്ഷേത്രം കോട്ടയത്ത് കേട്ടോ. മധുരത്തിൻ്റെ ഇത് കിട്ടിയിട്ടാണ്, ഫുള്ളും കിളിയുറുമ്പാണ്. അമ്മേ പിന്നെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഒന്നിനും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ശബരിമല ഇത് അത്ര ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടു. കുഞ്ഞാണി ചോറ് കൂട്ടാവൊക്കെ അതെ. ഹലോ മേഡം, കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? വേഗം കഴുകി പോരും, മഴ വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇന്ന് റോക്കിൻ്റെ കുളിയുടെ കേട്ടോ. റോക്കിനെ അച്ഛൻ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവൻ ചെറിയ കുട്ടിയായിരുന്നു, ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഞാൻ കൃതി ബേബീനെ ഡെലിവറിക്ക് പോണതിൻ്റെ തലേന്ന് വരെ ഞാനാണ് ഇവനെ ഫുള്ള് നോക്കിയിരുന്നത്. പിന്നെ ഇതപ്പോൾ അച്ഛനാണ്, അതിന് മുന്നേ അനിയനായിരുന്നു. അങ്ങനെ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മ ഏതായാലും നാലമ്പലമൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിയും കാര്യങ്ങളും ചിക്കനും ഒക്കെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കണതാ. അനിയതാ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട്, ചായ കുടിക്കാമെന്ന്. അപ്പോൾ അവനും കൃതി ബേബിയും തമ്മിൽ കളിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഞാൻ അവിടെ ഫുള്ള് പണിയിലാട്ടോ, ഞാൻ അമ്മയും. അതിൻ്റെ ഇടയിൽ ഒരാൾ എനിക്ക് മിഠായി കൊടുക്കുന്നുണ്ട്. തിന്നക്കോ അമ്മയെ തിന്നക്കോ പറയുന്നുണ്ട്. ആയിക്കോട്ടെ. ഒക്കെ ഉണ്ടോ ഇവിടെ തൈരും. ബിരിയാണി ഉണ്ടാക്കണം പിന്നെ നമ്മളങ്ങനെ കാണിക്കാനൊന്നുമല്ലല്ലോ. യൂട്യൂബ് തുറന്നാൽ നമുക്ക് കാണാൻ കഴിയും ചിന്നും പെണ്ണും ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ. നമ്മൾ ശൈലിയിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയതാ. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. ഞാനിത് പകുതി ആയപ്പോഴാണ് ആ വീഡിയോ എടുത്തില്ലല്ലോ കരുതിയത്. ഫുള്ളും ആ ഒരു കാര്യമൊക്കെ അങ്ങനെ മറന്നു പോകും. ആ ഒരു ടൈമിൽ മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. കൃതി ബേബി ഇതാ എണീറ്റ് ഒന്നൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്ത് നല്ല മഴയാണ്. കൃതി ബേബി ഉറങ്ങി, ഞാനൊന്നും കിടക്കട്ടെ കണ്ട്